ദിയ കൃഷ്ണയുടെ ഡെലിവറി വീഡിയോ ഇപ്പോൾ വളരെ വൈറലായിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വളരെ അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. സോഷ്യൽ മീഡിയയിലും ടിവിയിലും ഒക്കെ എല്ലാവരും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. പലരും ഇതിനെ അനുകൂലിച്ചും പലരും വിമർശിച്ചും ഒക്കെ പോസ്റ്റ് ഇടുന്നുണ്ട്. അതുപോലെ വീഡിയോസ് ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് പറയാനും തോന്നിയത്, ഇത് ആ പെൺകുട്ടിയുടെ ഇഷ്ടമാണ് നോക്കേണ്ടത് ഒന്നാമതായിട്ട്. ഇപ്പോൾ ഈ ഒരു പ്രഗ്നൻ്റായ ഒരു കുട്ടിക്ക് അവരുടെ ഡെലിവറി എങ്ങനെ നടത്തണം എന്നുള്ളത് ചിലർ ഒരുപാട് പ്രൈവസി വേണമെന്ന് ആഗ്രഹിക്കും. ചിലർക്ക് ഇതുപോലെ വീഡിയോ എടുക്കണം. അതുപോലെ അത് ഓർമ്മയായിട്ട് വീഡിയോ ആ ഫുട്ടേജൊക്കെ ഓർമ്മയായിട്ട് സൂക്ഷിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യണം. അപ്പോൾ ഈ ഫാമിലി മെമ്പേഴ്സിനേക്കാളിലും ഈ പെൺകുട്ടിയാണ് തീരുമാനിക്കേണ്ടത് ഏത് രീതിയിൽ ആ കുട്ടിയുടെ ഡെലിവറി നടത്തണം എന്നുള്ളത്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് പറയാനുള്ള ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിലെ സ്റ്റാഫിനെ നോക്കി കഴിഞ്ഞാലും അതുപോലെ കൂടെ നിൽക്കുന്നവർ എല്ലാവരുടെയും നമ്മളൊരു ബിഹേവിയർ ശ്രദ്ധിച്ചാൽ വളരെ പോസിറ്റീവാണ്, വളരെ കമ്പാഷനേറ്റ് ആണ് അവർ. പക്ഷേ റിയൽ ലൈഫിൽ ഇത്രയും പോസിറ്റീവ് അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യം. പ്രത്യേകിച്ച് ഈ പല പെൺകുട്ടികളും ഷെയർ ചെയ്തതിൽ നിന്ന് ഉള്ള ഒരു കാര്യമാണ് പറയുന്നത്. അതായത് ഈ ഡെലിവറി പ്രത്യേകിച്ച് നടക്കുന്ന സമയത്ത് ഈ പെൺകുട്ടികൾ ഈ കുട്ടിക്ക് പെയിൻ വരാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ, എപ്പിഡ്യൂറൽ അതുപോലത്തെ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചില പെൺകുട്ടികൾ കണ്ടിന്യൂസ് ആയിട്ട് 7-8 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നിലവിളിച്ച് കരയുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ നിലവിളിച്ച് കരയുന്നത് അവിടെ നിൽക്കുന്ന സ്റ്റാഫിന്, അതുപോലെ ഇപ്പോൾ ബൈസ്റ്റാൻഡറായിട്ട് വന്ന് നിൽക്കുന്ന ആൾക്ക്, ഇപ്പോൾ അവരൊക്കെ വല്ല പ്രഷറോ ഷുഗറോ അല്ലെങ്കിൽ കൊളസ്ട്രോളോ ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ കരച്ചിൽ കേൾക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ ഈ ബുദ്ധിമുട്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അവർ ആരുടെയും തെറ്റോ കുറ്റമോ അല്ല, അവർ ദേഷ്യപ്പെടും ഈ പെൺകുട്ടികളോട്. അതായത് ഇങ്ങനെ കിടന്ന് നിർത്താതെ വാവിട്ട് കരയുവാണെങ്കിൽ ചിലർ പറയും മിണ്ടാതിരിക്കാൻ പറയും, ദേഷ്യപ്പെടും, എന്തിനാ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കും. അപ്പം അത് തന്നെയല്ല, ചിലരാണെങ്കിൽ വളരെ വൃത്തികേട് വരെ പറയുന്ന അനുഭവങ്ങൾ പല പെൺകുട്ടികൾക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് അപ്പോൾ പക്ഷേ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ഇതുകൊണ്ട് വളരെ പോസിറ്റീവാണ് എല്ലാ കാര്യങ്ങളും. ഹോസ്പിറ്റൽ സ്റ്റാഫ് വളരെ പോസിറ്റീവാണ്. ഒരക്ഷരം അവർ ദേഷ്യപ്പെടുകയോ ആ കുട്ടിയോട് ഒന്ന് ദേഷ്യപ്പെടുകയോ ഒരു മോശം ആയിട്ട് പെരുമാറുകയോ ഒന്നും ആരും ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ഇത് വളരെ നല്ലതാണ്. അല്ലാത്ത പക്ഷം ഒറ്റയ്ക്ക് കിടക്കുവാൻ ആഗ്രഹിക്കുന്ന, അതുപോലെ മറ്റുള്ളവരുടെ ഉപദ്രവമില്ലാതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്ക് അതിന് വഴിയൊരുക്കണം. ചില പെൺകുട്ടികൾക്ക് ഈ വീഡിയോ എടുക്കുന്നത് കംഫർട്ടബിൾ ആയിരിക്കില്ല. അങ്ങനെയുള്ള പെൺകുട്ടികളെയും ഇതിനു വേണ്ടി ഫോഴ്സ് ചെയ്യരുത് എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്.